ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. വീണ്ടും വീക്കെൻഡ് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ വീക്കെൻഡിൽ ഞങ്ങളുടെ കാറ് പണി പറ്റിച്ചു. വണ്ടി കംപ്ലൈൻ്റ് ആണ്. റൂമിലിരുന്ന് ബോറടിച്ചിട്ട് മക്കൾക്ക് പുറത്ത് പോകണമെന്നൊരേ നിർബന്ധമായിരുന്നു. മോൾക്കിപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആകെ റൂമിലിരുന്ന് ബോറടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവളുടെ നിർബന്ധത്തിൽ പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴും നടന്നു പോകാവുന്ന ദൂരത്തിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകുന്ന ഫുർജാൻ മാർക്കറ്റ് റൂമിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഖത്തറിലിപ്പോൾ ഔട്ട്സൈഡ് ആക്ടിവിറ്റീസിനൊന്നും പറ്റിയൊരു ക്ലൈമറ്റ് അല്ല, നല്ല ചൂടാണ്. പക്ഷേ മോൾക്ക് പുറത്ത് പോകണമെന്ന് അത്രയും വാശിയായതുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. അവർക്കും ഒരു സന്തോഷമാവുമല്ലോ, റൂമിലിരുന്ന് അത്രയും ബോറടിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റിയൊരു ക്ലൈമറ്റേ അല്ല, നല്ല ഹ്യൂമിഡിറ്റിയാണ്, നന്നായിട്ട് വിയർക്കും. എന്നാലും കുഴപ്പമില്ല, കുട്ടികളുടെ സന്തോഷമാണല്ലോ നമ്മുടെയും സന്തോഷം. അങ്ങനെ ഇറങ്ങിയതാണ്. അവൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു, മോൾക്ക് ഒരുപാട് സന്തോഷമായി. ഇത് കറാമയാണ്. കറാമ എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ KEB, ഖത്തറിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡാണ് കറാമ. ഇത് ഞങ്ങളുടെ റൂമിനടുത്തായിട്ടാണ്. ഇത് ഒരു ഖത്തറി സ്കൂളാണ്. ഈ കറാമയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ സ്കൂളും വരുന്നത്. ഫുർജാൻ മാർക്കറ്റ് എത്തി. ശരിക്കും ഇതല്ല ഇതിൻ്റെ എൻട്രൻസ്, ഇതിൻ്റെ ഊടുവഴിയിലൂടെയൊക്കെ കയറുവാണ്. ഇത് C ഷേപ്പിലുള്ളൊരു ബിൽഡിങ്ങാണ്. മോർ ദാൻ 25 ഷോപ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളൊരു ഷോപ്പിൽ വന്നാണ് ചായ കുടിക്കുന്നതെങ്കിലും ആദ്യമായിട്ടാണ് വണ്ടി ഇല്ലാതെ നടന്നു വരുന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ചായക്കടികളൊക്കെ നമ്മുടെ നാട്ടിലെ ചായക്കടയിൽ കാണുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് മോൾക്ക് ഫ്രീ ആയിട്ടൊരു പഴംപൊരി അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് ചായ കുടിക്കാനുള്ള മടി കൊണ്ട് ഞാനും മോളും ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ച് അതിനടുത്തുള്ളൊരു ഷോപ്പിൽ പോയി. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡ് ചായ കുടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചൂടത്ത് ചൂട് ചായ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ പേര് ദോശയട എന്നാണ് അവർ പറഞ്ഞത്. അകത്ത് എഗ്ഗൊക്കെ വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്സ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഫ്ലേവർ ചോക്കോ വാനില ഫ്ലേവറാണ് ഞങ്ങൾ ഐസ്ക്രീം എടുത്തത്. ഐസ്ക്രീമിനൊക്കെ ജസ്റ്റ് 1 റിയാലേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും നല്ലൊരു വൈബായിരുന്നു കേട്ടോ. റോഡ് സൈഡിൽ നമ്മൾ തട്ടുകടയിലൊക്കെ ഇരുന്ന് കഴിക്കുന്നത് പോലെ റോഡ് സൈഡിലിരുന്ന് ചായയും ഐസ്ക്രീമും ചായക്കടിയൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെയല്ല, നല്ലൊരു എക്സ്പീരിയൻസ്. ഈ കാണുന്ന റെഡ് കളർ ബോക്സ് ഖത്തർ ചാരിറ്റിയുടെ ഡൊണേഷൻ ബോക്സാണ്. നമുക്ക് ആവശ്യമില്ലാത്ത യൂസ്ഫുള്ളായിട്ടുള്ള ഡ്രസ്സും ടോയ്സും ഒക്കെ അവിടെ കൊണ്ടിട്ടാൽ എത്തേണ്ട കൈകളിൽ അത് ഖത്തർ ചാരിറ്റി എത്തിക്കും. നല്ല ഹ്യൂമിഡിറ്റിയാണ്, ഞങ്ങൾ നല്ല വിയർത്ത് പോയി പുറത്തിരുന്നിട്ട്. നൈറ്റ് കഴിക്കാനായിട്ടുള്ള ഫുഡും പാഴ്സൽ വാങ്ങിയിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. ശരിക്കും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ. പെട്രോൾ എക്സ്പെൻസും ഇല്ല, ഫുഡിനുമൊക്കെ വളരെ തുച്ഛമായ പൈസയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മോൾക്ക് അവിടെ നിന്ന് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൾക്ക് പാർക്കിൽ പോകണം, പുറത്ത് നിന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു നിർബന്ധമായിരുന്നു. പക്ഷേ പുറത്ത് അധിക സമയം നിൽക്കാൻ പറ്റിയൊരു
പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അത്രയ്ക്ക് ചൂടായിരുന്നു, നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് റൂമിലെത്തിയാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ ഇറങ്ങി. അവൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു തിരിച്ചു പോരാനായിട്ട്. കടലാസ് പൂ കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് നിർബന്ധമായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് പറഞ്ഞാൽ ഒടിച്ചു കൊടുത്ത് ആളെ സെറ്റാക്കിയിട്ടുണ്ട്. തിരിച്ചു വരാൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നത്. അത് കിട്ടിയപ്പോൾ ആൾ കുറച്ച് ഹാപ്പിയായി. തിരിച്ചു വരുന്ന വഴി കണ്ടൊരു പൂച്ചയാണ് കേട്ടോ. ഞങ്ങളതിനെ നോക്കിയത് അതിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. റൂം എത്താറായെന്ന് കണ്ടപ്പോൾ മോള് വീണ്ടും പിണങ്ങി നിൽക്കുകയാണ്. അവൾക്ക് വീട്ടിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾ നടന്ന് വില്ല എത്തി. സ്ട്രോളറിൽ നിന്ന് ഇറങ്ങിയ പാടെ മോൻ ഇറങ്ങി ഓടി. അവൻ അത്രയും വിമ്മിഷ്ടപ്പെട്ടായിരിക്കും അതിനകത്തിരുന്നത്. അതുകൊണ്ടായിരിക്കാം തിരിഞ്ഞു പോലും നോക്കാതെ അവൻ റൂമിലോട്ട് ഓടുകയായിരുന്നു ചെയ്തത്. അവനിങ്ങനെ തന്നെ സ്റ്റെപ്പ് കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എടുത്ത് കയറ്റുന്നത് ഇഷ്ടമല്ല. അടിപൊളി നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് പൊറോട്ട കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം ഇനി.